ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 151. നമ്മൾ 52ാമത്തെ ഉപനിഷത്തായിട്ട് ശരകോപനിഷത്താണ് നോക്കുന്നത്. അതിൽ ഇന്ന് നോക്കുന്നത് 11ാമത്തെ സൂക്തമാണ്. ഇതെല്ലാം പരമേശ്വരനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യോ ദക്ഷയജ്ഞേ സുരസംഘാൻ വിജിത്യ വിഷ്ണും ബബന്ധോരഗപാശേന വീര തസ്മൈ രുദ്രായ നമ അസ്തു. ദക്ഷയാഗത്തിൽ വിഷ്ണു അടക്കമുള്ള ദേവന്മാരെയെല്ലാം അവൻ തോൽപ്പിച്ചു. വിഷ്ണുവിനെ നാഗപാശത്താൽ ബന്ധിച്ചു. ഇതിൽ പറയുന്ന ദക്ഷയാഗത്തിൽ വിഷ്ണു അടക്കമുള്ള എല്ലാ ദേവന്മാരെയും അവൻ തോൽപ്പിച്ചു, വിഷ്ണുവിനെ നാഗപാശത്താൽ ബന്ധിച്ചു. ഇതെല്ലാം സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ദക്ഷയാഗം എന്താണെന്നെല്ലാം നമ്മൾ സതിയുടെ ആ വിവാഹം എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ് വേദപഠന ക്ലാസ്സിൽ. അപ്പം അവിടെ ദക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആറ്റത്തിൻ്റെ നടുവിൽ ന്യൂക്ലിയസും അതിന് ചുറ്റും ഇലക്ട്രോൺ ചുറ്റുകയാണ്, സൂര്യനും ഗ്രഹങ്ങളും മാതിരി. അതിൽ ന്യൂക്ലിയസിൻ്റെ ഉത്തര ധ്രുവമായിട്ടെടുത്താൽ അതിൻ്റെ ഏറ്റവും പുറത്ത് വരുന്നത് ഓർബിറ്റ്, ഏറ്റവും പുറത്തെ ഓർബിറ്റായിരിക്കും. ന്യൂക്ലിയസ് നടുവിൽ അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭ്രമണപഥത്തിനാണ് ദക്ഷൻ എന്ന് പറയുന്നത്. അത് വലിയ ദൂരം വരുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോണിന് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റും. കാരണം ന്യൂക്ലിയസിൽ നിന്നും അകലെയാണ്, അതുകൊണ്ട് ആകർഷണ ബലം കുറവാണ്. അപ്പോൾ അത് വിട്ടങ്ങ് പോകും. അങ്ങനെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്നതാണ് അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയുള്ള ദക്ഷൻ്റെ അങ്ങനെയുള്ളൊരു ഓർബിറ്റിൻ്റെ കാര്യം വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എല്ലാ ഓർബിറ്റിനും അത് പ്രാധാന്യം തന്നെയാണ്. ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്നത്. ദക്ഷൻ, അതായത് ഏറ്റവും പുറത്തെ ഓർബിറ്റിനെയാണ് ഇവിടെ ദക്ഷനായിട്ട് ചിത്രീകരിക്കുന്നത്. അതിലെ ഇലക്ട്രോണാണ് രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. അത് വേറൊന്നുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ഇപ്പം പ്രപഞ്ച സൃഷ്ടി നടന്നത് ആറ്റങ്ങളുണ്ടായി. ആറ്റങ്ങളെ ഔട്ടർ മോസ്റ്റ് ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണുകൾ വേറെ ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് പലതരം വസ്തുക്കൾ ഉണ്ടായത്. ഹൈഡ്രജനും ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാവും. ഹൈഡ്രജനും വേറെ ചിലതെല്ലാം കൂടിയിട്ടാണ് പഞ്ചസാര ഉണ്ടാകുന്നത്. സോഡിയം ക്ലോറിനും കൂടിയിട്ടാണ് ഉപ്പുണ്ടാകുന്നത്. മണ്ണ്, കല്ല്, ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന പലതരം ആറ്റങ്ങൾ കൂടിച്ചേരുന്നുണ്ട്. അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ കൂടിച്ചേർന്നതിന് പങ്കെടുക്കുന്ന ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിനെയാണ് ദക്ഷൻ. അതിലുള്ള ഇലക്ട്രോണാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റുകൾ തമ്മിൽ കൂടിച്ചേരുകയും ചെയ്യും. അപ്പം ഇതിലെല്ലാം പങ്കെടുക്കുന്നത് ഏറ്റവും പുറത്തുള്ള ഓർബിറ്റാണ്, ദക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു യാഗമാണ് നടക്കുന്നത്, പുതിയ വസ്തുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. രാസപ്രവർത്തനത്തിൽ ഒരു യാഗമാണ് നടക്കുന്നത്. അതിലൂടെയാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള യാഗം നടത്തുന്ന ആരാണ്? വിഷ്ണുവും ദേവന്മാരും എല്ലാം കൂടിയിട്ടാണ്. ഈ വസ്തുക്കളെല്ലാം തന്നെയാണ് ദേവന്മാർ. ആ ദേവന്മാരും വിഷ്ണുവെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പുതിയൊരു ലോകം ഉണ്ടാക്കാൻ. ഉപ്പുണ്ടാക്കണം, മണ്ണുണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം, അതിൽ കൂട്ടിച്ചേർക്കണം, പ്രപഞ്ചം ഉണ്ടാക്കണം, മനുഷ്യരെ പോലെയുള്ളതിനെ ഉണ്ടാക്കണം, സസ്യങ്ങളെ ഉണ്ടാക്കണം. ഇതെല്ലാം എങ്കിലല്ലേ പ്രപഞ്ചമാവും. അപ്പോൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് വിഷ്ണുവാണ്. ഈ രാസപ്രവർത്തനത്തിലൂടെയാണ്. അതിൽ പങ്കെടുക്കുന്നത് ദക്ഷനാണ്. അതുകൊണ്ടാണ് ദക്ഷനാണ് പുറത്തുള്ള ഓർബിറ്റും ഇലക്ട്രോണും ആണ് എല്ലാത്തിലും പങ്കെടുക്കുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ ആ ദക്ഷനാണ്. അതുകൊണ്ടാണ് ദക്ഷൻ ഇത്ര പ്രാധാന്യം. അപ്പം ദക്ഷൻ നടത്തുന്ന യാഗത്തിലെ എല്ലാ വസ്തുക്കളും
പങ്കെടുക്കും, ദേവന്മാരും. അതാണ് ദേവന്മാർ എന്ന് പറയുന്നത്. കാരണം എല്ലാ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതെല്ലാം ദേവന്മാരാണ്, ദേവതകളാണ്. അതുകൊണ്ട് ഈ വസ്തുക്കൾ ഉണ്ടാകുന്നത് ഈ ദക്ഷന്റെ യാഗത്തിൽ ഈ ഓർബിറ്റുകൾ കൂടിച്ചേരുന്നതുകൊണ്ടാണ്. ദക്ഷന്റെ യാഗത്തിൽ വെച്ചാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അതിലെല്ലാം ദേവന്മാരെല്ലാം പങ്കെടുക്കും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശക്തി വിഷ്ണുവും പങ്കെടുക്കും. പക്ഷെ ഒരാളെ മാത്രം ക്ഷണിക്കില്ല. ആരെയാണ്? ഈ നടുവിലുള്ള ന്യൂക്ലിയസിനെ. അതാണ് രുദ്രനെ മാത്രം ക്ഷണിക്കില്ല. ഇത് കെമിസ്ട്രി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരണം തന്നെയാണ് നടത്തുക ദക്ഷനെ പറ്റി. എല്ലാ രാസപ്രവർത്തനങ്ങളിലും ഇലക്ട്രോണും പുറത്തുള്ള ഓർബിറ്റുകളെ പങ്കെടുക്കൂ, നടുവിലുള്ള ന്യൂക്ലിയസ് പങ്കെടുക്കില്ല. അതായത് ശിവൻ പങ്കെടുക്കില്ല, രുദ്രൻ പങ്കെടുക്കില്ല. അപ്പം കഥയിലൂടെ ഈ ആശയം പ്രകടിപ്പിക്കുമ്പോൾ എന്ത് പറയും? ദക്ഷൻ യാഗം നടത്തുന്നു, പല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യാഗങ്ങൾ നടത്തുന്നു, സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര അഹങ്കാരമാണ് ദക്ഷന്. അതുകൊണ്ട് ആരെ ക്ഷണിക്കില്ല? നടുവിലുള്ള ശിവനെ ക്ഷണിക്കില്ല. കഥയിൽ ഇങ്ങനെ പോവുകയാണ്. കഥ പറയുമ്പോൾ ഭാവന അനുസരിച്ച് പറയുകയാണ്. ദക്ഷനെ ക്ഷണിക്കില്ല. യഥാർത്ഥത്തിൽ ന്യൂക്ലിയസ് അതിന് പങ്കെടുക്കാൻ പറ്റില്ല. ന്യൂക്ലിയസ് എങ്ങനെയാണ് ദക്ഷൻ്റെ അടുത്ത് എത്തുക? കാരണം നടുവിൽ ന്യൂക്ലിയസും അതിന് ചുറ്റും വരെ ഓർബിറ്റുമാണ്. ഇതിന് ഇങ്ങോട്ട് നീങ്ങുന്നതനുസരിച്ച് ആ ഓർബിറ്റും അങ്ങ് മാറി മാറി പോയില്ല. അപ്പം ദക്ഷൻ്റെ യാഗത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ന്യൂക്ലിയസിന് പങ്കെടുക്കുക, ന്യൂക്ലിയസിന് അതിൻ്റെ അകത്ത് തലയിടുമില്ല, അത് ദൂരെ നിൽക്കുകയാണ്. കാരണം നടുവിലൊരു ഇപ്പം സൂര്യൻ്റെ ഏറ്റവും പുറത്തുള്ള ശനിയുടെ ഓർബിറ്റ് ശനിയാണെന്ന് കേട്ടോ. അപ്പം ശനി എന്തെങ്കിലും ഒരു കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ന്യൂക്ലിയസിനെ വിളിക്കാൻ പറ്റില്ല, അല്ല സൂര്യനെ വിളിക്കാൻ പറ്റില്ല. സൂര്യൻ വരുന്നതനുസരിച്ച് അതിൻ്റെ ഓർബിറ്റ് മാറി മാറിപ്പോവും. അപ്പം ആ അറ്റത്ത് ശനി നിൽക്കുന്നിടത്ത് വരാൻ പറ്റില്ല. ശനിയുടെ ഓർബിറ്റിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്തുള്ള സൂര്യന് വരാൻ പറ്റില്ല. കാരണം സൂര്യൻ പോകുമ്പോൾ ഇതും അങ്ങ് അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഓർബിറ്റാണത്. ആ ഓർബിറ്റാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അതിന് ന്യൂക്ലിയസിനെ ക്ഷണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ രുദ്രനെ ക്ഷണിക്കാൻ പറ്റില്ല. കഥയിൽ വരുമ്പോൾ അഹങ്കാരം കൊണ്ട് ദക്ഷനാണല്ലോ ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരം മൂത്തിട്ട് ശിവനെ ക്ഷണിച്ചില്ല. യഥാർത്ഥത്തിൽ ന്യൂക്ലിയസ് ഉണ്ടെങ്കിലേ ആറ്റം ഉള്ളൂ. അത് വേറൊരു തത്വമായി. ദക്ഷനെല്ലാം പരട്ടിക്ക് ന്യൂക്ലിയസ് വേണമല്ലോ. അപ്പം പ്രധാന ന്യൂക്ലിയസ് തന്നെയാണ്. പക്ഷേ ദക്ഷൻ അഹങ്കരിക്കുന്നു എന്ന നിലയിൽ കഥയിലങ്ങ് വ്യാഖ്യാനിച്ചു പോയി. അതിലൂടെ നമ്മൾ ആശയങ്ങളാണ് എടുക്കേണ്ടത്. ഒരു രാസപ്രവർത്തനത്തിൽ ന്യൂക്ലിയസ് പങ്കെടുക്കില്ല. ഇത്ര മാത്രമേ അല്ലെങ്കിൽ രുദ്രൻ, നടുവിലുള്ള രുദ്രൻ പങ്കെടുക്കില്ല. അപ്പോൾ ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ സാധാരണ അവിടെ എന്തുണ്ടാവും? ഊർജം പുറത്തേക്ക് വരും. പലതിലും അധികം എക്സോതെർമിക് റിയാക്ഷനായിട്ട് പുറത്തേക്ക് ഊർജം വരും. അപ്പം ഈ ഊർജം തരംഗ രൂപത്തിലാണ് ഒഴുകുക. അതാണ് നാഗമായിട്ട് ഇവിടെ ചിത്രീകരിച്ചത്. അപ്പം ഈ യാഗം നടത്തുന്നവർക്കെല്ലാം ഈ ഊർജം തട്ടുമല്ലോ, കൊള്ളുമല്ലോ, അവരെല്ലാം ഈ ഊർജം വലിയല്ലോ. അതുകൊണ്ട് കഥയിൽ എന്ത് പറഞ്ഞു? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദേവന്മാരെ എല്ലാം തോൽപ്പിച്ചു. വിഷ്ണുവിനെ എന്ത് ചെയ്ത്? നാഗപാശത്താൽ ബന്ധിച്ചു. ഇതെല്ലാം ആ ദക്ഷന്റെ ദേഷ്യം കൊണ്ടാണ്, അല്ല ശിവന്റെ ദേഷ്യം കൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം, ഒരു രാസപ്രവർത്തനം ആ ടെസ്റ്റ് ട്യൂബിൽ തീയും പുകയെല്ലാം വരും. ചിലപ്പോൾ വേറെ ചില രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ പൊട്ടിത്തെറിയെല്ലാം ഉണ്ടാകും. ഇത്തരം രാസപ്രവർത്തനങ്ങൾ ദക്ഷന്റെ യാഗത്തിൽ ആ ഓർബിറ്റുകൾ വേറൊരു ഓർബിറ്റുമായിട്ട് കൂടി അതിലുള്ള ഇലക്ട്രോണുമായിട്ടെല്ലാം കൂടിച്ചേർന്ന് പുതിയ വസ്തു ഉണ്ടാകുമ്പോൾ തീയും പുകയെല്ലാം വരും. നമ്മൾ തന്നെ കത്തുമ്പോൾ തീയും പുകയെല്ലാം വരുന്നില്ല. അതേപോലെ അത് കഥയിൽ പറഞ്ഞു പിടിപ്പിച്ച എന്തുകൊണ്ട്? ദക്ഷനെ ക്ഷണിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ശിവനെ ക്ഷണിക്കാത്തത് കൊണ്ട്, ശിവന്റെ ദേഷ്യം കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. കാരണം ആറ്റത്തു നിന്നാണല്ലോ വരുന്നത് ഈ തീയും പുകയെല്ലാം. എനർജിയും പുറത്തേക്ക് വരും. അപ്പം എനർജി എന്ത് ചെയ്തു? അതിന് നേതൃത്വം കൊടുക്കുന്ന ദേവന്മാരെ എല്ലാം തോപ്പിച്ചു. വിഷ്ണുവിനെ നാഗപാശത്താൽ ബന്ധിച്ചു. അതായത് ഊർജം അവിടെയുള്ള എല്ലാത്തിനെയും പൊതിഞ്ഞു എന്ന അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. ഇവിടെ എന്താണ് പറയുന്ന തത്വം? യഥാർത്ഥത്തിൽ രുദ്രൻ
ഒരു ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന രുദ്രനാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഫലമാണ്. പക്ഷേ രാസപ്രവർത്തനത്തിൽ ആ നടുവിലുള്ള സാധനം പങ്കെടുക്കുന്നില്ല. ഏറ്റവും പുറത്തുള്ള ഭ്രമണപഥത്തിലെ ഇലക്ട്രോണാണ് പങ്കെടുക്കുന്നത്. അതാണ് ദക്ഷനായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ രാസപ്രവർത്തനങ്ങളിലും ഓർബിറ്റേ പങ്കെടുക്കുകയുള്ളൂ, ഇലക്ട്രോണേ പങ്കെടുക്കുകയുള്ളൂ, ന്യൂക്ലിയസ് പങ്കെടുക്കുന്നില്ല. അങ്ങനെ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്ത് പറ്റും? തീയും പുകയെല്ലാം ഊർജ്ജമെല്ലാം പുറത്തേക്ക് വരും. ഇത്രയും ആശയം പറയുന്നത് കഥരൂപത്തിൽ അവതരിപ്പിച്ചതാണ്. ശിവനെ ക്ഷണിച്ചില്ല ദക്ഷൻ. അതുകൊണ്ട് ശിവന് ദേഷ്യം ഉണ്ടായിട്ട് യാഗശാലയെല്ലാം കത്തിയിരിച്ചു, വിഷ്ണുവിനെയെല്ലാം പിടിച്ച് ബന്ധിച്ചു എന്നെല്ലാം പറയുന്നത് അതിൻ്റെ മുമ്പിലുള്ള സംഭവങ്ങളായിട്ട് കഥയിൽ പല കഥകളിലും അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അന്ന് ഊർജം പുറത്തേക്ക് വരും. ഇതാണ് അത്. ഊർജം നാഗരൂപത്തിൽ അല്ലെ തരംഗരൂപത്തിലാണല്ലോ ചിത്രീകരിക്കുക. അതിനാണ് നാഗമായിട്ട് ചിത്രീകരിക്കുന്നത്. ഇവിടെ വിഷ്ണുവിനെ ബന്ധിച്ചു എന്ന് പറയുക.